ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പിൽ സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികവാർന്ന വിജയം. ഈ വിജയം ഏറെ ആശ്വാസകരമാകുന്നത് ഇന്ത്യക്കാണ്. ഇന്ന് സിംബാബ്വെക്കെതിരെ കളിക്കാനിറങ്ങുന്ന ഇന്ത്യക്ക് തീർച്ചയായും ഇനി റൺ റേറ്റിനെ ഭയക്കേണ്ടതില്ല. ശേഷിക്കുന്ന 2 മത്സരങ്ങളും വിജയിച്ചാൽ മാത്രം മതി. ഇന്ന് സിംബാബ്വെക്കെതിരെയും മാർച്ച് 1-ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയുമാണ് ഇന്ത്യക്കുള്ള മത്സരങ്ങൾ. ദക്ഷിണാഫ്രിക്കയുടെ കൂടെ സെമിയിലേക്ക് ഇന്ത്യക്ക് പ്രവേശിക്കാൻ ഈ 2 ജയങ്ങൾ മാത്രം മതി. റൺ റേറ്റ് പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സമ്മർദ്ദമില്ലാതെ ഇന്ത്യക്ക് കളിക്കാനാകും എന്നുള്ളത് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഒരു വമ്പൻ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. 11-ൽ അഖിൽ ഹുസൈനെ മാറ്റിക്കൊണ്ട് റോസ്റ്റൻ ചേസിനെയാണ് ഇന്ന് പകരക്കാരനായി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് കൊണ്ടുവന്നത്. അഖിൽ ഹുസൈന് പകരക്കാരനെത്തി റോസ്റ്റൻ ചേസ് 4 ഓവർ ബൗൾ ചെയ്ത് 46 റൺസാണ് വിട്ടുകൊടുത്തത്. നേടാനായത് 1 വിക്കറ്റ് മാത്രം. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അഖിൽ ഹുസൈൻ നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ബൗളറായിരുന്നു. ആ ഒരു ബൗളറെയാണ് ദക്ഷിണാഫ്രിക്കൻ ലെഫ്റ്റ് ഹാൻഡർമാരെ നേരിടാനെന്ന് പറഞ്ഞ് റോസ്റ്റൻ ചേസിനെ ടീമിലെത്തിച്ചത്. മൈക്കൽ വോണിനെ പോലുള്ള കമാൻഡേറ്റർമാർ അതുതന്നെയാണ് പറഞ്ഞതും. ഇടം കൈയനായ അഖിൽ ഹുസൈൻ എന്ന സ്പിന്നറെ മാറ്റിയത് വെസ്റ്റ് ഇൻഡീസിന് തിരിച്ചടിയാകുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട വെസ്റ്റ് ഇൻഡീസിന് നല്ലൊരു തുടക്കമാണ് ലഭിച്ചത്. 2 ഓവറിൽ സ്കോർ 29. ആദ്യ ഓവർ ബൗൾ ചെയ്ത കേശവ് മഹാരാജിനെതിരെ 17 റൺസും സെക്കൻഡ് ഓവർ ബൗൾ ചെയ്ത മാർക്കോ ജാൻസനെതിരെ 12 റൺസും നേടി. ഇന്ന് ഏറ്റവും കൂടുതൽ തല്ലുവാങ്ങിയതും കേശവ് മഹാരാജും മാർക്കോ ജാൻസനുമായി. ഇതിലെ മറ്റൊരു വിരോധാഭാസം കഴിഞ്ഞ കളിയിലെ ഏറ്റവും മികവാർന്ന പ്രകടനം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച 2 ബൗളർമാരാണ്. അവർക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ആധിപത്യം പുലർത്തിയെങ്കിലും മറ്റുള്ള ബൗളേഴ്സിനെതിരെ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. നല്ലൊരു തുടക്കം ലഭിച്ചതിന് ശേഷം വെസ്റ്റ് ഇൻഡീസ് 83-7 എന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. അവിടുന്ന് അങ്ങോട്ട് വാലറ്റമാണ് പൊരുതാവുന്ന 176 എന്ന സ്കോറിലേക്ക് വെസ്റ്റ് ഇൻഡീസിനെ എത്തിച്ചത്. ജേസൺ ഹോൾഡർ 50-ക്ക് 1 റൺസ് അകലെ വെച്ചുകൊണ്ടാണ് റൺഔട്ടായത്. റൊമാരിയോ ഷെപ്പാർഡ് 52 റൺസ് എടുത്തു. 83 റൺസിന് 7 വിക്കറ്റ് നഷ്ടപ്പെട്ട വെസ്റ്റ് ഇൻഡീസിന് 8ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നത് 172 എന്ന സ്കോറിലെത്തുമ്പോഴാണ്. ജേസൺ ഹോൾഡർ, റൊമാരിയോ ഷെപ്പാർഡ് ആ ഒരു പാർട്ണർഷിപ്പായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെ മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചത്. കോർബിൻ ബാഷ് 4 ഓവറിൽ 31 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും ലുങ്കിയങ്കിടി 4 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളും നേടി. റബാദയാണ് ഏറ്റവും കൂടുതൽ മികച്ചു നിന്ന ബൗളർ. 4 ഓവറിൽ വെറും 22 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. വെസ്റ്റ് ഇൻഡീസിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട ബൗളറും റബാദ തന്നെയായിരുന്നു. 2 വിക്കറ്റുകളും റബാദ നേടി. പക്ഷേ 176 ചേസിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കൻ ബാറ്റേഴ്സ് ഒരു കരുണയും വെസ്റ്റ് ഇൻഡീസ് ബൗളേഴ്സിനോട് കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാപ്റ്റൻ ഐഡൻ മർക്കം തന്നെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. 24 പന്തിൽ 4 സിക്സിന്റെയും 4 ഫോറിന്റെയും സഹായത്തോടെ 47 റൺസ് എടുത്ത ഡിക്കോക്കിനെ സൗത്ത് ആഫ്രിക്കക്ക് നഷ്ടമാകുന്നത് 95 റൺസിലെത്തുമ്പോഴാണ്. ശേഷമെത്തിയ റിയാൻ റിക്കൽട്ടനും ആക്രമണം തന്നെയാണ് അഴിച്ചുവിട്ടത്. 24 പന്തുകൾ നേരിട്ട് 45 റൺസ് നേടി. 2 സിക്സുകളും 4 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ അത്യുജ്വല ഇന്നിങ്സ്. ഐഡൻ മർക്കറത്തെ മുന്നിൽ നിന്ന് പടനയിച്ച ക്യാപ്റ്റൻ എന്ന് അടയാളപ്പെടുത്തിയ മത്സരമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ. 46 പന്തിൽ നിന്ന് 82 റൺസ് നേടി പുറത്താകാതെ നിന്നു. ക്യാപ്റ്റൻ തന്നെയാണ് ഇന്നത്തെ കളിയിലെ താരം. 17ാം ഓവറിന്റെ ആദ്യ പന്തിൽ തന്നെ ജേസൺ ഹോൾഡറിനെതിരെ ബൗണ്ടറി പറത്തിക്കൊണ്ടാണ് ക്യാപ്റ്റൻ തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. ആ വിജയത്തിലൂടെ സെമിയിലേക്കും 4 സിക്സുകളും 7 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ പരമോന്നത ഇന്നിങ്സ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്നത്തെ വിജയത്തോടെ സൂപ്പർ 8-ൽ ഗ്രൂപ്പ് 1-ൽ നിന്ന് ആദ്യം സെമി ഉറപ്പിക്കുന്ന ടീമായി മാറിയിരിക്കുന്നു സൗത്ത് ആഫ്രിക്ക. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.